എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ 6ാം ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നോട്ട്സാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ നോട്ട്സാണ്. ഈ നോട്ട്സ് വെച്ച് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നീതിന്യായ വിഭാഗം എന്നാണ്. നീതിന്യായ വിഭാഗം. ആ പാഠത്തിൽ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്ക് സുപ്രീം കോടതിയെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള മാർഗ്ഗങ്ങളാണ്. ഇത് എക്സാമിന് ഏത് വിധത്തിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം സുപ്രീം കോടതിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. 5 പോയിൻറ്റ്സ് ആണുള്ളത്. ആ 5 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ പോയിൻറ്റ്, ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ നിയമനത്തിൽ ഏർപ്പെടുന്നില്ല. രണ്ടാമത്തെ പോയിൻറ്റ്, ജഡ്ജിമാർക്ക് വിരമിക്കൽ പ്രായം വരെ അധികാരത്തിൽ തുടരാം. ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ മാത്രമേ ജഡ്ജിമാരെ പുറത്താക്കുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ പോയിൻറ്റ്, ജഡ്ജിമാർക്ക് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നു. നാലാമത്തെ പോയിൻറ്റ്, കോടതി വിധിയെ വിമർശിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനോ പൊതുജനങ്ങൾക്കോ ഇല്ല. അഞ്ചാമത്തെ പോയിൻറ്റ്, വിരമിച്ച ജഡ്ജിമാർക്ക് അഭിഭാഷകരായി ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പം ഇത് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സുപ്രീം കോടതിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് എങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. എന്തൊക്കെയാണ് 4 അധികാരങ്ങളാണ് സുപ്രീം കോടതിക്കുള്ളത്? ഒന്നാമത്തെ അധികാരമാണ് ഉത്ഭവാധികാരം. ഉത്ഭവാധികാരം എന്ന് വെച്ചാൽ ചില കേസുകൾ സുപ്രീം കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാം. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉൾപ്പെട്ട കേസുകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. ഒന്നാമത്തെ അധികാരം എന്താണ്? ഉത്ഭവാധികാരമാണ്. അത് പ്രകാരം ചില കേസുകൾ എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിൽ നേരിട്ട് സമർപ്പിക്കാം. രണ്ടാമത്തെ അധികാരം അപ്പീൽ അധികാരമാണ്. അപ്പീൽ അധികാരം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വിധിയിൽ തൃപ്തരല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം. ഇതാണ് അപ്പീൽ അധികാരം. മൂന്നാമത്തെ അധികാരമാണ് റിട്ട് അധികാരം എന്ന് വെച്ചാൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഇന്ത്യൻ പൗരന്മാർക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഹർജി സമർപ്പിക്കാം. നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്നവയാണ് റിട്ടുകൾ. അതായത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. അപ്പം സുപ്രീം കോടതിയുടെ മൂന്നാമത്തെ അധികാരമാണ് റിട്ട് അധികാരം. നാലാമത്തെ അധികാരമാണ് ഉപദേശാധികാരം. രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശങ്ങൾ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. എന്നാൽ കോടതിയുടെ ഉപദേശങ്ങൾ രാഷ്ട്രപതി സ്വീകരിക്കണം എന്നില്ല. അപ്പം 4 അധികാരങ്ങളാണ് സുപ്രീം കോടതിക്കുള്ളത്. ഉത്ഭവാധികാരം, അപ്പീൽ അധികാരം, റിട്ട് അധികാരം, ഉപദേശാധികാരം. നിങ്ങൾ ഈ നോട്ട്സൊക്കെ ഒന്നെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക. ഈ ചാപ്റ്ററിൽ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതും അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയെന്നുള്ള ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് പറയും. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നതായിരിക്കും.